നമസ്കാരം. ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് പാലക്കാടാണ്. പാലക്കാട് ജില്ലയിൽ പാലക്കാട് ടൗണിൽ തന്നെയാണ്. ഏകദേശം 75-ൽ പരം വർഷത്തെ ആയുർവേദ പാരമ്പര്യ അങ്ങാടി മരുന്ന് വിപണനവും അതുപോലെ തന്നെ വൈദ്യശാലയുമായി അതുപോലെ തന്നെ പൂജാദ്രവ്യങ്ങളുടെ ഒരു കലവറയുമായി നിലകൊള്ളുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമുണ്ട്. കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വൈദ്യശാലയും അതുപോലെ തന്നെ ഒരു ആയുർവേദ പച്ചമരുന്ന് ശേഖരം കൂടിയാണ് ഈ ഒരു സെൻറ്റർ. പറഞ്ഞു വരുന്നത് കൃപാലയം വൈദ്യശാല ആൻഡ് പൂജാ സ്റ്റോർ. കേരളത്തിൽ തന്നെ മികച്ചു നിൽക്കുന്ന ഒരു സെൻ്ററാണ്. ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീ സന്തോഷ് സാറാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി. ലോകമെമ്പാടുമുള്ള നമ്മളുടെ പ്രേക്ഷകർക്ക് വേണ്ടി അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി തന്നെ സാറിനെ സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. നമസ്കാരം. സാർ, വളരെയധികം സന്തോഷം. കാരണം ആയുർവേദത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കൾ നമ്മളുടെ സ്ഥിരം പ്രേക്ഷകരാണ്. ഈ ഒരു ഷോയിൽ കേരളത്തിലെ ആയുർവേദ പ്രസ്ഥാനത്തിന് ഒരുപാട് ഉപകാരം ചെയ്യുന്ന അല്ലെങ്കിൽ മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ വിതരണം ചെയ്യുന്ന കേരളത്തിലെ ഒരു വലിയൊരു പ്രസ്ഥാനമാണ് താങ്കളുടെ കൃപാലയം എന്ന ഈ ഒരു സ്ഥാപനം. തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു തുടക്കത്തെക്കുറിച്ച് ചോദിച്ചറിയാം. എങ്ങനെയായിരുന്നു ഈ ഒരു സ്ഥാപനത്തിലേക്ക് താങ്കളുടെ കടന്നുവരവും ഇതിൻ്റെ ഒരു തുടക്കവും? ഞാൻ ഈ സ്ഥാപനത്തിലേക്ക് തുടങ്ങാൻ കാരണം എൻ്റെ അച്ഛനാണ്. അച്ഛൻ എന്ന് പറഞ്ഞാൽ ഈ യാക്കര വിശ്വേശ്വര ക്ഷേത്രത്തിലെ ഒരു പൂജാരി കൂടി ആയിരുന്നു. യാക്കര വിശ്വേശ്വര ക്ഷേത്രം ശ്രീനാരായണ ഗുരുസ്വാമി തുടങ്ങുമ്പോൾ അന്ന് പൂജാരികളായിട്ട് ആരും കിട്ടിയിരുന്നില്ല. അപ്പോൾ അച്ഛൻ്റെ ചെറിയച്ഛന് അത്യാവശ്യം വൈദ്യങ്ങളും നാട്ടുമരുന്ന് ചികിത്സകളും കാര്യങ്ങളും അറിയാം. അപ്പം അദ്ദേഹത്തെയാണ് അവർ പൂജാരിയായിട്ട് നിയമിച്ചത്. അപ്പോൾ അതിൻ്റെ ശിഷ്യനായിട്ട് 11 വയസ്സിൽ എൻ്റെ അച്ഛൻ പാലക്കാട് വന്നു. ഞങ്ങൾ തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാറിനടുത്ത് ഉള്ള ഒരു നാട്ടുമ്പുറത്തുകാരാണ്. അതെ അതെ. അന്ന കാലത്ത് തൃപ്രയാറിന്ന് പാലക്കാട് എത്താന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാലഘട്ടങ്ങളാണ്. കാരണം ഇടയിലൊരു പുഴ, അത് നീന്തി കടന്ന് അല്ലെങ്കിൽ തോണിയിൽ കടന്നിട്ട് വേണം തൃശ്ശൂർക്ക് എത്താന്നല്ല. പാലക്കാട് കുതിരാനൊക്കെ അന്ന് വലിയ റിസ്ക് പിടിച്ച ആ കാലഘട്ടത്തിൽ അങ്ങനെയാണ് അച്ഛനെ 11 വയസ്സിൽ കൊണ്ടുവന്ന് നാട്ടുവൈദ്യങ്ങളും പഠിച്ചു, ഇതും പഠിച്ചു. അച്ഛൻ യാക്കരാമ്പലത്തിലെ പൂജാരിയായി കഴിഞ്ഞതിന് ശേഷം ഏകദേശം 1945 ഈ 47 ആ കാലഘട്ടത്തിലാണ് അച്ഛൻ നമ്മുടെ സ്ഥാപനം ചെറുത് രീതിയിൽ തുടങ്ങിയത്. അതെ അതെ, ആ അളവിലാണ്. മൂപ്പര് പറയാറുണ്ട്, ഈ നെഹ്റുവിനെ കണ്ട കഥ അതെല്ലാം മൂപ്പര് പറയാറുണ്ട്. അപ്പോൾ അപ്പോഴാണ് തുടങ്ങിയത്. അങ്ങനെ അച്ഛനെങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ കഴിഞ്ഞ് അച്ഛന് ഒരുവിധം പ്രായമായപ്പോഴാണ് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന എന്നെ പാലക്കാട്ടേക്ക് കൊണ്ടുവന്ന് BM ഹൈസ്കൂളുണ്ട്, മിഷൻ സ്കൂള്, അവിടെ ചേർത്തി പഠിപ്പിച്ചു. അപ്പം ഞാനും അച്ഛനും ഒന്നിച്ച് താമസം, അവിടുത്തെ പച്ചമരുന്ന് കാര്യങ്ങൾ, അച്ഛനുണ്ടാക്കുന്ന മരുന്നിൻ്റെ വിഷയങ്ങൾ എല്ലാം ഞാൻ അച്ഛനിൽ നിന്ന് പൂർണ്ണമായും മനസ്സിലാക്കി. പിന്നെ അച്ഛൻ്റെ കാലശേഷം കട കുറച്ച് ഡെവലപ്മെൻ്റ് ആയി. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥാപനത്തിന് തുടക്കമിട്ടു. അച്ഛൻ്റെ നേതൃത്വത്തിൽ തുടങ്ങി, അത് പിന്നെ മകനായിട്ടുള്ള താങ്കൾ അത് ഏറ്റെടുത്തു. ഇപ്പോൾ വളരെ മികച്ച രീതിയിൽ വളരെ സന്തോഷകരമായിട്ടുള്ള അനേകായിരം കസ്റ്റമറുകളുള്ള ഒരു സ്ഥാപനമായി താങ്കളുടെ സ്ഥാപനം മാറിയിട്ടുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മൾ പ്രധാനമായും നമ്മളുടെ സെൻറ്ററിൽ നിന്ന് കൊടുക്കുന്ന ആയുർവേദ മേഖലയുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ എന്തൊക്കെ തരം പ്രൊഡക്റ്റുകളാണ്? ഞങ്ങളിപ്പോൾ ആയുർവേദ മരുന്നുകളുണ്ട്, പച്ചമരുന്നുകൾ. പണ്ട് കാലത്തൊക്കെ ഇത് വെട്ടി നുറുക്കി കൊടുക്കാറുന്ന പതിവ്. ഇപ്പോൾ വെട്ടി നുറുക്കാനും ആൾക്കാർക്ക് അറിയുമില്ല, അതിനുള്ള സ്റ്റാഫുകളെ കിട്ടണമില്ല. അപ്പം നമ്മൾ മെഷീനിൽ ഈ കടുക്ക, അങ്ങനെ ഉദാഹരണത്തിന് കടുക്ക, നെല്ലിക്ക, ഇതൊക്കെ തനിയെ ചൂർണങ്ങളാക്കി വെക്കുകയാണ്. ചൂർണങ്ങളാക്കി വെക്കുമ്പോൾ അവർക്ക് അത് കഷായത്തിൽ ഏതൊക്കെ ചൂർണങ്ങൾ ചേർത്തണമെന്ന് ഇന്ന മരുന്നുകൾ അതിൽ ചേർത്തിട്ട് ആൾക്കാർക്ക് വാങ്ങിക്കൊണ്ടു പോകാൻ പറ്റും. അങ്ങനെ വളരെ ഉപകാരമായിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ ഏകദേശം നമുക്ക് ഇന്ന് കിട്ടാവുന്ന മിക്ക സാധനങ്ങളും ഞങ്ങൾ പൗഡർ രൂപത്തിൽ 100 ഗ്രാം 50 ഗ്രാം പാക്കറ്റാക്കിയിട്ട് വിൽക്കുന്നുണ്ട്. പിന്നെ ചില ഐറ്റംസ് മിക്സിങ് ചെയ്തും കൊടുക്കുന്നുണ്ട്. ഇപ്പം പ്രധാനമായിട്ടും നമുക്കിപ്പം അരിഷ്ടങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും ലഭ്യമാണ്. എല്ലാം ലഭ്യമാണ്.
ഇപ്പോൾ ആയുർവേദത്തിൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു ദശമൂലാരിഷ്ടം അത് നിർമ്മിക്കുന്ന ആവശ്യമായിട്ടുള്ള പൊടികളായിട്ടാണോ കൊടുക്കുന്നത്, അതോ അതിന്റെ കൂട്ടായിട്ട് കൊടുക്കുക? അല്ല, ദശമൂലാരിഷ്ടത്തിന്റെ പൊടികൾ അല്ല, അതിന് കൂട്ടായിട്ട് തന്നെ കൊടുക്കണം. കാരണം അത് അതിന്റെ രീതിയിൽ തിളപ്പിച്ചെടുത്ത് ചെയ്താൽ മാത്രമേ ദശമൂലാരിഷ്ടം ആവുള്ളൂ. പൊടി പറഞ്ഞു കഴിഞ്ഞാൽ വല്ല നമ്മളെ ഈ പ്രമേഹം അങ്ങനെയുള്ള ഔഷധങ്ങൾക്കൊക്കെ കഴിക്കാൻ പൊടി വെള്ളത്തിൽ കലക്കി കുടിക്കുക. ഞങ്ങൾ ഇപ്പം എല്ലാവിധ പൂജാ സാധനങ്ങളും നമ്മളെ കടയിൽ നിന്ന് ലഭിക്കും. അതായത് ഞാനൊരു ചെറിയ പൂജാരിയാണ്. ഇപ്പം അച്ഛനിൽ നിന്ന് ചാക്കരമ്പലത്തിൽ നിന്ന് അങ്ങനെ ഞാനും ഈ പാലക്കാട് ഏകദേശം അറിയപ്പെടുന്ന ഒരു പൂജാരിയാണ്. സന്തോഷ് ശാന്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം എല്ലാവരും അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എല്ലാവിധ, എനിക്ക് പൂജനെ പറ്റി കുറച്ച് ഒരുവിധം അറിയാം. പിന്നെ പോരാത്തത് പല ആളുകളിൽ നിന്നും പല ഈ പണ്ഡിതന്മാരുണ്ടല്ലോ, അവരിൽ നിന്നെല്ലാം നമ്മൾ ശേഖരിച്ചിട്ട് എല്ലാ പൂജയ്ക്കുള്ള വേണ്ട സാധനങ്ങളും ചിലതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടില്ല, അത് ഏർപ്പാടാക്കിയിട്ട് ഞങ്ങൾ കൊണ്ടു കൊടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ. ഇപ്പോൾ നമ്മളുടെ ആയുർവേദത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ആയുർവേദത്തിന്റെ ഒരുപാട് പ്രൊഡക്റ്റുകൾ പല നാട്ടിൽ നിന്നും നമുക്ക് ആവശ്യമായിട്ട് വരുന്നതായിട്ടുണ്ട്. ഇപ്പോൾ ആയുർവേദത്തിന് ആവശ്യമായിട്ടുള്ള മരുന്ന് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റുകളും കേരളത്തിൽ തന്നെ കിട്ടുന്നതല്ലോ, പല ഭാഗങ്ങളിൽ നിന്നാണല്ലോ വരുന്നത്. നമ്മളുടെ സെന്ററിലേക്ക് വരുന്ന പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ് ഒക്കെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് വരുന്നത്? ഞങ്ങള് തമിഴ്നാട്ടിൽ നിന്ന് വരും, രാജസ്ഥാനിൽ നിന്ന് വരും, ഡൽഹി, എന്തിന് ചൈനയിൽ നടക്കാം പച്ചമരുന്ന് വരുന്നുണ്ട്. ഈ തിപ്പല്ലിയൊക്കെ വരുന്നത് ചൈനയിൽ നിന്നാണ്. നമ്മളെ സത്യത്തിൽ കേരളത്തിൽ ഇപ്പൊ പച്ചമരുന്ന് എന്ന് പറയാൻ കുറവേ ഉള്ളൂ, കുറവാണ്. ഈ എല്ലാം വെട്ടി വെളുപ്പിച്ച്, അതെ കേരളം ഇപ്പൊ ശരിക്കും പച്ചമരുന്നിന്റെ ഒരു ഇതല്ല, ഒക്കെ പുറത്തുനിന്ന് വരുന്നതാണ്. ഇത് പച്ചമരുന്നിന്റെ ഒരു കോട്ടയായിരുന്നു. നമ്മളിൽ നിന്നാണ് എല്ലാവരും ഇത് എല്ലാം അറിഞ്ഞിരുന്നത്. ഇപ്പൊ സത്യത്തില് നമ്മളെ മലകളിലും മറ്റുള്ള ഒന്നുമില്ല, ഉണ്ടെങ്കിൽ തന്നെ ഇത് ഇന്നുള്ള തലമുറക്കാർക്ക് ഈ പച്ചമരുന്നിന്റെ വേര് ഏതാണ് തണ്ട് ഏതാണ് ഒന്നും അറിയില്ല. അതുകൊണ്ട് എല്ലാം പുറത്തുനിന്നാണ് വരുന്നത്. പക്ഷേ എനിക്കിത് അറിയുന്ന കാരണം ഇന്ന സാധനമാണെന്ന് നമുക്കറിയാം. അറിയാണ്ട് ഈ വിപണിയിൽ ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ കസ്തൂരി മഞ്ഞൾ എന്നും പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കൊണ്ടു കൊടുക്കും, ആൾക്കാർ അത് വിശ്വസിക്കും. പക്ഷെ അതിനെപ്പറ്റി നമ്മൾ 7ാം ക്ലാസ് മുതൽ അത്രയും ചെറുപ്പം, എനിക്കിപ്പോൾ 58 വയസ്സായി, അപ്പോൾ അത്ര പരിചയം വേണം. വില ഓടിപ്പോയിട്ട് ഒരാൾക്ക് ഈ ആയുർവേദത്തിൽ ഇടപെടാൻ പറ്റില്ല. അതേപോലെ പൂജ സാധനത്തിലും പറ്റില്ല. അതിനുള്ള ഒരു എക്സ്പീരിയൻസ് വേണം. നമ്മുടെ കാലങ്ങളായിട്ടുള്ള നമ്മുടെ ആ ഒരു പ്രവൃത്തി പരിചയം മൂലം ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ സെന്ററിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ദശമൂലാരിഷ്ടത്തിന് അതിൻ്റെതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ കൃത്യമായിട്ട് അത് അങ്ങനെ കൊടുത്തെങ്കിൽ അത് നിർമ്മിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ ചവനപ്രാശം പോലുള്ള ഒരു ലേഹ്യം നിർമ്മിക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പ്രൊഡക്റ്റുകൾ എന്തൊക്കെയാണുള്ളത്? ചവനപ്രാശത്തിന് പ്രധാനമായും പച്ചനെല്ലിക്ക, അതാണ്. പിന്നെ നമ്മൾ ഈ ദശമൂലാരിഷ്ടത്തിൽ ചേരുന്ന കുറേ അങ്ങാടി മരുന്നുകളും ഉണ്ട്, അത് പൊടിച്ച് ചേർത്താണ്. അതാണ് ഇപ്പോൾ ആയുർവേദ മരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ഒന്നല്ല, ഈ ഇടക്കാലം വെച്ച് നല്ല പ്രചാരമായി കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ പല ഭാഗത്തുനിന്നും ഓർഡറുകളുണ്ട്. തമിഴ്നാട്, പുറത്ത് ഡൽഹി, ബോംബെ, ഞങ്ങൾ കൊറിയറായിട്ട് ഇത് മരുന്നുകൾ ധാരാളം അയക്കുന്നുണ്ട്. അല്ലാണ്ട് കേരളത്തിൽ മുമ്പൊക്കെ കേരളം ആർന്ന് ആയുർവേദം എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നത്, ഇന്ന് പുറംനാട്ടുകാരാണ് ഇത് കൂടുതലും. തീർച്ചയായിട്ടും സാറ് പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ആയുർവേദത്തിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള വിദേശികളടക്കം നമ്മുടെ നാട്ടിലേക്ക് അത്രയ്ക്കും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായമാണ് ആയുർവേദം. നമ്മുടെ ആയുർവേദത്തിൽ ഇപ്പോൾ താങ്കളുടെ കസ്റ്റമർ വളരെ ഹാപ്പി ആയിട്ടാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ ഏതൊക്കെ ഭാഗങ്ങളിലുള്ള വൈദ്യശാലകളാണ് നമ്മളിൽ നിന്നും പ്രധാനമായിട്ടും ഒരു മെയിൻ ക്ലയൻസ് എന്ന് പറയാൻ പറ്റുന്നത്? ഒരുപാട് വൈദ്യശാലക്കാർ ഞങ്ങളിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഈ പഴക്കം തന്നെയാണ് അതിനുള്ള കാരണം. പുതിയൊരു ടീമല്ല നമ്മളെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പരമാവധി പല വൈദ്യശാലക്കാരും നമ്മളോട് സംശയം അഥവാ ചിലർ വേറെ വല്ലയിടത്തും വാങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളോട് സംശയം ചോദിക്കാറുണ്ട്, ഇന്ന മരുന്നാണോ എന്ന്. അതുകൊണ്ട് കുഴപ്പമില്ല, വിശ്വാസമാണ്, നമുക്ക് വിശ്വാസമാണ് അതിന്റെ പഴക്കം, വിശ്വാസം. ഇനി നമ്മളുടെ സെന്ററിന്റെ പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ താങ്കളുടെ മനസ്സിലുള്ള ഒരു ലക്ഷ്യം? ഇപ്പോ നല്ല രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾക്കൊക്കെ ഏകദേശം 58 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഒരുവിധം പ്രായമായല്ലോ. ഇപ്പോൾ എൻ്റെ മകൻ ശാന്തീഷിനെ ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇതിനോട് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം കൂടിയാണ് ഇപ്പം ഞാൻ മുന്നോട്ട് പോകുന്നത്. വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ഇനിയിപ്പോൾ അവരുടെ കാഴ്ചപ്പാടിൽ കൂടെ ആയിരിക്കും നമ്മുടെ വളർച്ച. തീർച്ചയായിട്ടും നമ്മുടെ ആ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം മുന്നിട്ട് വന്നിട്ടുണ്ട്. താല്പര്യമുണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞെങ്കിലും അവരുടെ താല്പര്യത്തിനനുസരിച്ചല്ലേ നമുക്ക് ഇതിന് താല്പര്യം ഇല്ലാത്ത വേറൊരു മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അതിന് പറ്റത്തില്ല. ഓക്കെ.
ഇനി നമ്മുടെ ഫാമിലി വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കുടുംബത്തിൽ ഇപ്പം മകൻ്റെ കാര്യം പറഞ്ഞു, ഇനി മറ്റുള്ള നമ്മുടെ ഓൺ ഫാമിലി വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളെ അച്ഛനമ്മയും മരിച്ചു. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഭാര്യ ബിന്ദു വീട്ട് പിന്നെ മകൻ ശാന്തീഷ് ഇപ്പം നമ്മുടെ കൂടെ വ്യാപാരത്തിന് എല്ലാത്തിനും കൂടെ നിൽക്കുന്നുണ്ട്. പിന്നെ മകള് ഇപ്പോൾ ശാന്തിഗിരി ആയുർവേദ കോളേജിൽ തേർഡ് ഇയർ ആണ്, BMS തേർഡ് ഇയർ ആണ്. അപ്പോൾ അതൊക്കെ ഞങ്ങള് അതെ 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 എല്ലാവിധ ആശംസകളും ഞങ്ങളും അറിയിക്കുന്നു. നമ്മുടെ കൃപാലയത്തിന്റെ പേരിലുള്ളൊരു ആയുർവേദ ഹോസ്പിറ്റൽ ഇപ്പം മകളുടെ വിദ്യാഭ്യാസത്തിന് ശേഷം മകനും മകളും ഒക്കെ ആയിട്ട് വലിയൊരു പ്രസ്ഥാനമായിട്ട് കൃപാലയം വളരട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി താങ്കളുടെ ഒരു ലക്ഷ്യം എന്താണ്? താങ്കളുടെ മനസ്സിലുള്ള ഒരു ലക്ഷ്യം? അതായത് ആയുർവേദം മറ്റുള്ള ഇതിലും വെച്ച് ഏറ്റവും നല്ലതാണ്. എൻ്റെ അനുഭവത്തിൽ ഞാനൊരു ആസ്മ രോഗിയായിരുന്നു. 20 വർഷം മുമ്പ് ഒരു ആസ്മ രോഗിയായിരുന്നു. അത് സത്യത്തിൽ പലയിടത്തും പോയിട്ട് ശരിയായില്ല. പിന്നെ ഞാൻ എൻ്റെ സ്വന്തം മരുന്നുകളെ അന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ അത് പ്രവർത്തിച്ചിട്ട് ഇന്നിപ്പോൾ എനിക്ക് ആസ്മയില്ല, ഒന്നുമില്ല, കിതപ്പില്ല, ഒന്നുമില്ല. ഇന്നിപ്പോൾ 58 വയസ്സിൽ നമ്മൾ നല്ല അതെ അതെ നമ്മൾ സ്വയമേ നമ്മൾ ആയുർവേദത്തെ മനസ്സിലാക്കി ഞാനത് അതെ 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 ഞാനത് പലരോടും ഉപദേശിക്കാറുണ്ട്. നിങ്ങൾ അതുകൊണ്ട് ആയുർവേദം ഏറ്റവും ബെസ്റ്റാണ്. തീർച്ചയായിട്ടും നമ്മുടെ സാറിൻ്റെ ഓരോ വാക്കുകളും ആയുർവേദത്തെ സ്നേഹിക്കുന്നവർ, നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്നവരൊക്കെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം ആ ഒരു ആയുർവേദത്തെ ഇത്രയ്ക്ക് സ്നേഹിച്ചത്. കാരണം അദ്ദേഹം നേരിട്ട ഒരു ശാരീരിക ബുദ്ധിമുട്ടിനെ അദ്ദേഹത്തിന്റെ മരുന്നുകൾ കൂടി തന്നെ അദ്ദേഹം അതിനെ കവർ ചെയ്തു എന്നുള്ളതാണ്. അത് വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ സാറേ ഇന്നും ഞാൻ ആ മരുന്ന് കഴിക്കുന്നുണ്ട്. ആ മരുന്ന് കഴിക്കുന്നുണ്ട്. എൻ്റെ രോഗം മാറി. അത് 3 വർഷത്തിനുള്ളിൽ രോഗം മാറി. പൂർണ്ണമായും മാറി. പക്ഷേ എനിക്കത് രാവിലെ ചായ കുടിക്കുന്ന പോലെ വൈകുന്നേരം ഒരു ഗ്ലാസ് അടിക്കണം. അതെ 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 ഈ ആയുർവേദത്തിൽ ഞങ്ങളുടെ ഈ വളർച്ച ഇനിയും ധാരാളം അതിനുള്ള സാഹചര്യമുണ്ട്. കാരണം മകനും മകളും ആ വിഷയത്തിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് അത് വളരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. മറ്റുള്ളവരുടെ എല്ലാ സഹകരണവും ഉണ്ടായാൽ അത് വളരെ തന്നെ ചെയ്യും. ഓക്കെ, വളരെയധികം സന്തോഷം. സാറിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം, നമ്മുടെ കൃപാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ താങ്കളുടെ മനസ്സിലുള്ളതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾക്ക് ഉപകാരം കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനം വ്യാപിക്കട്ടെ. കേരളത്തിൽ മാത്രമല്ല അങ്ങോളം ഇങ്ങോളമുള്ള സാധാരണക്കാർക്ക് താങ്കളുടെ സ്ഥാപനത്തിൽ നിന്നും അതുപോലെ തന്നെ താങ്കളുടെ മകൻ്റെയും മകളുടെയൊക്കെ ഇനി വരുന്ന ഓരോ നിമിഷങ്ങളും അവർക്ക് ഒരു ഉപകാരപ്പെടാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. വിലപ്പെട്ട സമയം ലോകമെമ്പാടുമുള്ള വിരുന്നിൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.